നമസ്തേ. ഇന്ന് കർക്കിടക വാവ് അല്ലെങ്കിൽ കർക്കിടക മാസത്തിലെ കറുത്ത വാവ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ദക്ഷിണായന വർഷത്തിലെ ആദ്യ അമാവാസി. ഇതിൻ്റെ തലേന്ന് ഒരിക്കൽ നിന്ന്, അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് വ്രതശുദ്ധിയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം എല്ലാവരും മരിച്ചവർക്ക് വേണ്ടി, അതായത് മരിച്ചവരുടെ ആത്മാവിന് വേണ്ടി ബലിയർപ്പിക്കുന്നത്. പിതൃക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ബലി അർപ്പിച്ചു കാണുമെന്നറിയാം. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ മഹാദേവ ക്ഷേത്രം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം, പാപനാശം എന്നിവിടങ്ങളിലാണ് മുഖ്യമായും ബലിയർപ്പണം നടത്തുന്നത്. പിതൃതർപ്പണത്തിന് കാക്ക എങ്ങനെ കേന്ദ്രസ്ഥാനത്തെത്തി എന്നുള്ള ഐതിഹ്യം ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്നവർ കുറച്ചുപേരൊക്കെ കാണും. എങ്കിലും ഞാൻ വായിച്ചതിൽ നിന്ന് പറയുകയാണ്. ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് വരം വാങ്ങിയ ആളാണ് മഹീരാവണൻ. മഹീരാവണന് യമധർമ്മനെ കൊല്ലണം. അങ്ങനെ അവർ തമ്മിലുള്ള യുദ്ധത്തിൽ യമധർമ്മൻ മഹീരാവണനിൽ നിന്ന് രക്ഷപ്പെടാനായി കാക്കയായി മാറി എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ ആ കാക്കയോടുള്ള ആ ഒരു കടപ്പാട് കാരണം കാക്കയ്ക്ക് വരം കൊടുത്തതാണ് യമധർമ്മൻ എല്ലാ വാവുബലി ദിവസവും ബലിച്ചോറ് തിന്നാനുള്ള അവകാശം കാക്കയ്ക്ക് കൊടുത്തതായും പറയുന്നുണ്ട്. വേറൊരു വിശ്വാസം, ആത്മാവായി നമ്മൾ ബലിയിടുമ്പോൾ ആത്മാവ് കാക്കയുടെ രൂപത്തിൽ വന്ന് ആ ബലിച്ചോറ് തിന്നുന്നതായും വിശ്വാസമുണ്ട്. വാവ് വരുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഒരു ഓർമ്മ കൂടി പറയുകയാണ്. അമ്മ ഒരാഴ്ച മുമ്പേ വീട് വൃത്തിയാക്കാൻ തുടങ്ങും. എല്ലായിടവും മുക്കും മൂലയും കയറ്റുമത്ത വരെ കഴുകി വാവിൻ്റെ തലേദിവസം, അതായത് ഒരിക്കൽ നിൽക്കുന്നതിൻ്റെ തലേദിവസം അമ്പലത്തിൽ പോയി പുണ്യാവെള്ളം മേടിച്ചുകൊണ്ട് വന്ന് തളിക്കുക, അല്ലെങ്കിൽ ചാണകം കലക്കി വീടും പരിസരങ്ങളും മൊത്തം കലക്കി ഒഴിക്കും. അതാണ് അത്ര ശുദ്ധവും വൃത്തിയോടു കൂടിയാണ് അമ്മ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ, ഇപ്പോഴും കഴിയുന്നത് പോലൊക്കെ, പ്രായമായെങ്കിലും കഴിയുന്ന പോലൊക്കെ അമ്മ വീടെല്ലാം വൃത്തിയാക്കി ബലിയിടുന്നുണ്ട്. പിന്നെ വേറൊരു ഓർമ്മ, എല്ലാ വാവിനും സാമ്പാറും അവിയലും വെക്കും, ഇലയ്ക്കകത്ത് ചോറും തരും. അപ്പം എൻ്റെ ആങ്ങളയ്ക്ക് സാമ്പാറും അവിയലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ഈ ഒരു വാവ് കഴിയുമ്പോൾ അടുത്ത വാവ് വരെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും, എന്നാ അടുത്ത വാവ് വരുന്നത്, എന്നാ അടുത്ത വാവ് വരുന്നതെന്ന്. അതും ഒരു രസകരമായ ഒരു ഓർമ്മയാണ്. പിന്നെ തലേന്ന് നമ്മൾ വെള്ളം കുടി വെക്കുമല്ലോ, അതായത് ആത്മാക്കൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഒരു റൂമിനകത്ത് കൊണ്ട് വെച്ചിട്ട് റൂം അടച്ചിട്ട് നമ്മൾ ആത്മാക്കൾ വരാൻ വേണ്ടി പുറത്ത് മാറി നിൽക്കുമല്ലോ, അവർ വന്ന് ഈ ആഹാരം കഴിച്ചു പോകാനായിട്ട്. അപ്പോൾ അതായത് തലേ ദിവസം എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ വരുന്ന ദിവസമാണെന്നും പറഞ്ഞ് സന്ധ്യ മുതലേ എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ തീരെ ചെറുപ്പത്തിലെ ഓർമ്മയെന്ന് പറഞ്ഞാൽ ആ തലേ ദിവസം ഞാൻ കട്ടിലിനടി വരെ കയറി കിടന്നിട്ടുണ്ട്. ആത്മാക്കൾ വരുമെന്ന് പറഞ്ഞ് പ്രേതമാണെന്നൊക്കെ അന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അറിവായപ്പോഴല്ലേ ഇതിൻ്റെ യഥാർത്ഥ കാരണം, യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് മനസ്സിലായത്.